കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഇത്തവണത്തെ ഹജ്ജ് യാത്ര ഞായറാഴ്ച ആരംഭിക്കും. ഹജ്ജ് ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പുതുതായി നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിന്റെ തറക്കല്ലിടലും ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കെ ശൈലജ MLA കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4929 പേരാണ് ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജ് കർമ്മത്തിനായി പോകുന്നത്. വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിലാണ് ഇത്തവണയും ഹജ്ജ് ക്യാമ്പ് ഒരുക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിനും ഒരു പുതിയ ഊർജം ഹജ്ജ് തീർത്ഥാടനം തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയേറെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് എയർപോർട്ടിൻ്റെ വികസനത്തിനും സഹായകരമാണ്. കണ്ണൂർ എയർപോർട്ടിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് അതിൻ്റെ വികസനം കാത്തിരിക്കുന്നത്. പോയിൻ്റ് ഓഫ് കോൾ അനുവദിക്കണമെന്ന് നിരവധി തവണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പം വിമാന സർവീസൊക്കെ കൂടിയിട്ടുണ്ട്. പോയിൻ്റ് ഓഫ് കോളും കൂടി അനുവദിക്കുമ്പോൾ കുറേയും കൂടി സൗകര്യം ഇവിടെ നിന്ന് ആളുകൾക്ക് യാത്ര ചെയ്യാനുണ്ടാകും. ഏതായാലും ഹജ്ജ് എംബാർക്കേഷൻ പോയിൻ്റായി കണ്ണൂരിനെ തിരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ട്. ഇവിടെ ഈ വർഷവും ഏറ്റവും ഭംഗിയായിട്ട് ഹജ്ജ് തീർത്ഥാടനം നടക്കും എന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയാണ്. സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കണ്ണൂർ വെച്ച് മട്ടന്നൂർ വിമാനത്താവളത്തിൽ വെച്ച് നിർവഹിക്കുകയാണ്. അന്ന് തന്നെ ഹജ്ജ് ഹൗസിൻ്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും നടക്കും. അപ്പോൾ ഇത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് 3ാം തവണയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ്. ഈ മാസം 29 വരെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 28 സർവീസുകളാണ് കണ്ണൂരിൽ നിന്നുണ്ടാവുക. 171 തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്ന വിമാനമാണ് സർവീസ് നടത്തുക. ഞായറാഴ്ച രാവിലെ 4 മണിക്കാണ് ആദ്യ സർവീസ്. 3218 പേരാണ് കഴിഞ്ഞ വർഷം കണ്ണൂരിൽ നിന്ന് ഹജ്ജ് യാത്ര ചെയ്തത്. വിമാനത്താവളത്തിനടുത്ത കിൻഫ്രയുടെ 1 ഏക്കർ സ്ഥലത്താണ് ഹജ്ജ് ഹൌസ് നിർമ്മിക്കുന്നതെന്നും കെ ശൈലജ MLA പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി, അംഗങ്ങളായ PP മുഹമ്മദ് ഷാഫി, ഷംസുദ്ദീൻ അരിഞ്ചിറ, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ N ഷാജിത്ത്, T ഷബ്ന എന്നിവരും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.